പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ CPI നേതാവും പോലീസും തമ്മിൽ തർക്കം. പ്രതിയെ തേടി പോലീസ് എത്തിയതാണ് തർക്കത്തിന് കാരണം. ചിറക്കൽപ്പടിയിൽ LDF ജനകീയ വേദി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇത് പോലീസിനെതിരെ സംഘടിതമായി ഞാൻ പറയട്ടെ, പോലീസിനെതിരെ സംഘടിതമായി ഒരു ആക്രമണം നടത്താൻ വേണ്ടി മെനക്കെട്ടല്ല ആണോ? ആ വിഷയമാണത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്താ ചെയ്യാം? ഞങ്ങൾ രക്ഷിക്കുണ്ടാകുമ്പോൾ ചില ആളുകൾ നമ്മുടെ 100% പരിധിയിൽ നിൽക്കില്ല. കറക്റ്റാണ്. നിങ്ങളെ സേനയും നിങ്ങളുടെ 100% പരിധി. ജനകീയ സമരത്തിനിടെ പോലീസിനെ ആക്രമിച്ചുവെന്ന് ആരോപിച്ചാണ് കേസെടുത്തതെന്നും രാത്രിയിലുണ്ടായ പോലീസ് നടപടിക്കെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമെന്നും CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി. ജനാധിപത്യ സംവിധാനങ്ങളുടെ മേൽ പോലീസിന് അമിതാധികാരം പ്രയോഗിക്കാൻ കൊടുക്കുന്നതിൻ്റെ അവസരം കൊടുത്തതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്നത്. മണ്ണാർക്കാട് SIO CI ആര് വന്നാൽ എനിക്ക് പ്രശ്നമല്ല. ഞാനങ്ങനെ പൊതുപ്രവർത്തകൻ്റെ ആ പരിധി ലംഘിച്ചുകൊണ്ടൊരു പ്രവർത്തനം നടത്താത്ത ആളാണ്. എനിക്ക് പറയാനുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ പറയും. അതിനപ്പുറം വ്യക്തിപരമായ ഒരു തെറ്റായ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. മണ്ണാർക്കാട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നടപടിക്കെതിരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നാളെ പരാതി കൊടുക്കും. പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ മണ്ണാർക്കാട് CIയുടെ നടപടിക്കെതിരെ അതിശക്തമായ ബഹുജന രോഷം ഉണ്ടാവും. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ഈ തർക്കം നടന്നത്. ഇന്ന് വൈകുന്നേരം മണ്ണാർക്കാടിന് സമീപം ചിറക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദമുണ്ടായിരുന്നു. നാളെയാണ് ആ റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. അതിനു മുമ്പ് ഇന്ന് ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ അത് ജനകീയ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമം നടന്നിരുന്നു. അതിനായി പറഞ്ഞിരുന്ന കാരണം ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ വൈകി. ഇതിൽ ഒരുപാട് സമരങ്ങൾ നടത്തി. അങ്ങനെ സമരത്തിനൊടുവിലാണ് റോഡ് പണി പൂർത്തിയായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനകീയ വേദി പ്രവർത്തകർ അവിടെ ജനകീയ ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചത്. ഇതിനെതിരെ LDF പ്രവർത്തകർ വരികയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഘർഷത്തിനിടെ ഒരു പോലീസുകാരന്റെ ഷർട്ടിൽ കയറി LDF പ്രവർത്തകനായ റിയാസ് കയറി പിടിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ പോലീസുകാരന്റെ ബട്ടൺസ് ഉൾപ്പെടെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ റിയാസിനെതിരെ കേസുണ്ട്. ഈ റിയാസിന്റെ ഫോൺ ലൊക്കേഷൻ ഈ പറയുന്ന ഈ മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ വീടിന് സമീപത്താണ് കണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മണ്ണാർക്കാട് CI രാത്രി മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ വീടിന് സമീപത്തെത്തുകയും അത് വലിയ തർക്കമായി മാറുകയും ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ നടപടി, പോലീസിന് വീട് പരിശോധിക്കാനുള്ള ഒരു അനുമതിയും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ നടപടിയെ CPI നേതാവ് രൂക്ഷമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പോലീസ് മടങ്ങിപ്പോയി. പോലീസിനെതിരെ ഈ സാധാരണഗതിയിൽ സമരങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായി പോലീസിനെ ആക്രമിക്കുകയോ മറ്റ് സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതിന് ഇത്ര രീതിയിൽ ഇത്ര ഗൗരവത്തോടു കൂടി കാണേണ്ടതില്ല എന്നുള്ളതാണ് CPI നേതാവ് പറയുന്നത്. ഈ സംഭവത്തിൽ CIക്കെതിരെ പരാതി നൽകുമെന്നും CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി പറയുന്നുണ്ട്. മണികണ്ഠൻ CPIയുടെ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം കനക്കാനാണ് സാധ്യത. പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നുകൂടി മണികണ്ഠൻ പറയുന്നു. എന്നാൽ പോലീസ് പറയുന്നത് ഈ റിയാസിനെ തെരഞ്ഞു മാത്രമാണ് അവിടെ വന്നത്. മണികണ്ഠന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവിടെ പോയത് എന്നുള്ളതാണ് CIയുടെ വിശദീകരണം. ശരി പ്രസാദ്.